നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ വസ്തുവകകൾക്ക് എതിരായിട്ട് നടത്തപ്പെടുന്ന അതിക്രമങ്ങളും ആ അതിക്രമങ്ങൾ നടത്തുന്ന വ്യക്തിക്കെതിരെ ചുമത്തുവാൻ സാധിക്കുന്ന IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ, അതിനുള്ള ശിക്ഷകൾ, ഇവയൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ഒരു മേഖലയിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. IPC സെക്ഷൻ 383 ആണ്. IPC സെക്ഷൻ 383 എന്ന് പറയുന്ന നേരത്ത് ഭാരതീയ ന്യായ സംഹിതയാണ് അല്ലെ, ഭാരതീയ ന്യായ സംഹിതയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സപ്പോസ് 1 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അതായത് IPC സെക്ഷൻ 383 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സപ്പോസ് 1 ഈ പറയുന്ന ഒന്നാമത്തെ കാര്യം അഥവാ എക്സ്റ്റോർഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഭയപ്പെടുത്തി പിടിച്ചു പറിക്കുക അല്ലെങ്കിൽ അപഹരിക്കുക, ഭയപ്പെടുത്തിയുള്ള അപഹരണം, ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും കാര്യങ്ങൾ തട്ടിപ്പറിച്ചെടുക്കുക അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് മോഷ്ടിച്ചെടുക്കുക, ഈ വക കാര്യങ്ങളാണ് ഈ എക്സ്റ്റോർഷൻ എന്നുള്ള പദം പ്രയോഗം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ അന്യായമായിട്ടൊരു ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് അന്യായമായൊരു നഷ്ടം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം ആലോചിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനം അല്ലെ. ഇത് എന്തെങ്കിലും ഒരാൾക്ക് നഷ്ടമോ ലാഭമോ വരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് എന്താണ്? എക്സ്റ്റോർഷൻ അഥവാ പിടിച്ചുപറി എന്ന് പറയുന്നത് സെക്ഷൻ 383 ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. ഇനി IPC സെക്ഷൻ 384 എന്ന് പറയുന്നത് എന്താണ്? പണിഷ്മെന്റ് ഫോർ എക്സ്റ്റോർഷൻ എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഭയപ്പെടുത്തിയുള്ള പണ അപഹരണം അല്ലെങ്കിൽ പിടിച്ചുപറി ഈ വക കാര്യങ്ങൾക്ക് ഉള്ള ശിക്ഷയെ പറ്റി പറയുന്നതാണ് IPCയുടെ സെക്ഷൻ 384 എന്ന് പറയുന്നത് അല്ലെ. IPC സെക്ഷൻ 384 എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സപ്പോസ് 2 ഇവ പ്രകാരമാണ് ഈ ഭയപ്പെടുത്തിയുള്ള പണാപഹരണത്തിനുള്ള ആ ഒരു ശിക്ഷയെ പറ്റി പറയുന്നത്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അല്ലെ. നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നും നമ്മുടെ IPC ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 വർഷത്തെ തടവ്, പിഴ, ഇത് രണ്ടുമാണുള്ളത്. എന്നാൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 7 വർഷത്തെ തടവും പിഴയുമാണ് ഇതിലുള്ളത്. അപ്പോൾ IPC സെക്ഷൻ 384 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സപ്പോസ് 2 പ്രകാരം പറയുന്ന പണിഷ്മെന്റ് ഫോർ എക്സ്റ്റോർഷൻ എന്നാണ് പറയുന്നത്. പണിഷ്മെന്റ് ഫോർ എക്സ്റ്റോർഷൻ അഥവാ ഭയപ്പെടുത്തി പണം അപഹരിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്നും IPC സെക്ഷൻ അല്ലെ ഇതിലാണ് പറയുന്നത്, 384 പറയുന്നത് എന്നും നമുക്ക് അറിവുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കിയാൽ എന്താണ് IPC 385 എന്താണ് IPC 385 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിൽ 308 സപ്പോസ് 3 എന്ന് പറയും അല്ല. IPC 385 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സപ്പോസ് 3 എന്താണ് ഇതുകൊണ്ട് അർത്ഥമാകുന്നത്? പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഇൻജുറി ഇൻ ഡെത്ത് ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ. അതായത് നമ്മളെന്താണ് ഹാനി ഉണ്ടാക്കുമെന്ന് ചിന്ത, നീ ഞങ്ങൾക്ക് ഇന്ന സാധനം അപഹരിക്കാനായിട്ട് തടസ്സം നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ തല്ലും അല്ലെങ്കിൽ കൊല്ലും അല്ലെങ്കിൽ വെട്ടും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് നടന്നു വരുവാണ്. പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഇൻജുറി ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. അതായത് ഹാനി ഉണ്ടാകണമെന്ന ചിന്ത വിതച്ചുകൊണ്ട് അപകടം സൃഷ്ടിക്കുന്ന പ്രക്രിയ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ഇതിന് രണ്ടിനും ഒരേ ശിക്ഷയാണുള്ളത്. അതായത് 2 വർഷത്തേക്കുള്ള കഠിന തടവ്, അതുപോലെ പിഴ. ഇതൊരു ബെയിലബിൾ ഒഫൻസ് ആണ്, ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളത്, നിന്നെ ഞാൻ ഇടിക്കും, നിന്നെ ഞാൻ തല്ലും, നിന്നെ ഞാൻ വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും വസ്തുവകകൾ അപഹരിക്കുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന IPC സെക്ഷൻ 385 പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് IPC സെക്ഷൻ 386 എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. IPC സെക്ഷൻ 386 എന്നല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അല്ലെ, ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 308 സപ്പോസ് 5 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സപ്പോസ് 5 എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇവിടെ പറയുന്നതാണ് എക്സ്റ്റോർഷൻ ബൈ പുട്ടിംഗ് എ പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഗ്രീവസ് ഹർട്ട്. അതായത് മരണമോ കഠിനമായ ദേഹോപദ്രവമോ ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന അപഹരണം. അതായത് മരണമോ കഠിനമായ ദേഹോപദ്രവമോ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുത്തിക്കൊണ്ടുള്ള അപഹരണത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് IPC സെക്ഷൻ 386 പ്രതിപാദിക്കുന്നത്. ഇത് പ്രകാരമുള്ള ശിക്ഷ എത്രയാണ്? ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 10 വർഷത്തെ കഠിന തടവും പിഴയും. 10 വർഷത്തെ കഠിന തടവും പിഴയും കിട്ടും. പിന്നെയോ ഒരു നോൺ ബെയിലബിൾ ഒഫൻസും ആണ് അല്ലെ, ഒരു നോൺ ബെയിലബിൾ ഒഫൻസും ആണ്. 10 വർഷത്തെ കഠിന തടവും പിഴയുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി IPC 387 എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു അല്ലെ. IPC 387 പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ 308 സപ്പോസ് 4 പ്രതിപാദിക്കുന്നതിനെ പറ്റിയാണ്. IPC 387 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത
308 സബ്ക്ലോസ് 4 എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? അല്ലെ, പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത്, പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് ഡെത്ത് ഓർ ഗ്രീവിയസ് ഹർട്ട് ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ. അതായത് ഭയപ്പെടുത്തി അപഹരണം നടത്തുന്നതിനായിട്ട് മരണം സംഭവിപ്പിക്കുക, കൊല്ലും എന്ന് പറയുക, അങ്ങനെയുള്ള കാര്യം. തട്ടിക്കളയും അല്ലെങ്കിൽ ഇനിയാളിനെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വധഭീഷണി മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ വധത്തിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന അപഹരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് IPC 387 അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 308 സബ്ക്ലോസ് 4 പറയുന്നത്. ഇതിൽ IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം 7 വർഷം വരെയുള്ള കഠിന തടവും പിഴയുമാണ് ഇവിടെ നൽകുന്നത്. അല്ലെ, IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കൊടുക്കുന്ന എത്രയാണ്? 7 വർഷം വരെ കഠിന തടവും പിഴയും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് കൂടിയാണ്. ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന് വെച്ചാൽ ജാമ്യമില്ലാത്ത വകുപ്പ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും IPC സെക്ഷൻ 388 പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. IPC സെക്ഷൻ 388 എന്താണ്? IPC സെക്ഷൻ 388 ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ ഇതിനെ 308 സബ്ക്ലോസ് 7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, IPC സെക്ഷൻ 388 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സബ്ക്ലോസ് 7 എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എക്സ്റ്റോർഷൻ ബൈ ത്രെറ്റ് ഓഫ് അക്യൂസേഷൻ ഓഫ് ആൻ ഒഫൻസ് പണിഷബിൾ വിത്ത് ഡെത്ത് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എക്സെട്ര. അതായത് ജീവപര്യന്തം തടവ് അതല്ലെങ്കിൽ മരണശിക്ഷ എന്നിവയൊക്കെ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവം തട്ടിയെടുക്കുന്ന പരിപാടി. അതായത് നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മരണശിക്ഷ ഞങ്ങൾ വിധിപ്പിക്കും അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് നിനക്ക് നൽകും, അങ്ങനെ പറഞ്ഞു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് കൈവശമുള്ള ഏതെങ്കിലും ഒരു വസ്തു അയാളിൽ നിന്ന് അപഹരിക്കുന്ന പ്രക്രിയയാണ് IPC സെക്ഷൻ 388 പ്രതിപാദിക്കുന്നത്. ഇതിനെ 10 വർഷം വരെ തടവും പിഴയുമാണ് ഉള്ളത്. അല്ലെ, നമ്മൾ നോക്കിയാൽ എന്താണ്? IPC സെക്ഷൻ 389, IPC സെക്ഷൻ 389 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308, ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സബ്ക്ലോസ് 6 എന്താണ് പറയുന്നത്? IPC സെക്ഷൻ 389 ഉണ്ട്, ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 308 സബ്ക്ലോസ് 6 ഉണ്ട്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് അക്യൂസേഷൻ. അല്ലെ, പുട്ടിംഗ് പേഴ്സൺ ഇൻ ഫിയർ ഓഫ് അക്യൂസേഷൻ ഓഫ് ഒഫൻസ് ഇൻ ഓർഡർ ടു കമ്മിറ്റ് എക്സ്റ്റോർഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ കുറ്റാരോപിതനാക്കും എന്ന് ഭയപ്പെടുത്തുക. അതാണ് സംഭവം. ഭയപ്പെടുത്തിയുള്ള അപഹരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിയെ കുറ്റാരോപിതനാക്കുമെന്ന് ഭയപ്പെടുത്തുക. അതാണ് ഈ പറയുന്ന IPC സെക്ഷൻ 389 പ്രതിപാദിക്കുന്നത്. IPC അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം ശിക്ഷ എന്തെന്ന് ചോദിച്ചാൽ 10 വർഷം വരെ തടവുമുണ്ട് ശിക്ഷയുമുണ്ട് എന്നുള്ളതാണ് വ്യവസ്ഥ. അപ്പൊ നമ്മൾ നോക്കിയത് ഏതാണ്? സിവിൽ പോലീസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ പെടുന്ന ഒഫൻസസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന മേഖലയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട IPC സെക്ഷനുകളാണ് നമ്മൾ നോക്കിയത്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.